അപ്പൊ നമ്മള് മൂകാംബിക ക്ഷേത്രത്തിലെ ഒക്കെ കയറി അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് വണ്ടിയൊക്കെ പോയി കഴിഞ്ഞ് നമ്മളിപ്പോ നേരെ തിരിച്ചു പോവുകയാണ്. നമ്മളിപ്പോ തിരിച്ചു പോണത് മറ്റേ മാൽപ്പേ ബീച്ചിലേക്കാണ്. ഇതാണ് മറ്റേ നമ്മൾ അരവിന്ദന്റെ അതിഥികൾക്കകത്ത് കാണുന്ന ആ ഒരു എന്താ പറയാ ബസ് സ്റ്റാൻഡ്. നമ്മളിതാ ഈ വഴി കൂടെ നേരെ നമ്മൾ തിരിച്ച് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. മാൽപ്പേ ബീച്ചിനെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ വരത്തിരിക്കുന്നുണ്ട്. വേദൂട്ട കിടക്കുന്നുണ്ടോ? വേദൂട്ട ഫുള്ള് ലക്ഷറിയസ് ലൈഫല്ലേ വേദൂട്ട? അല്ലേ? പാർക്കുട്ടേ പിന്നെ അവിടെ പിന്നെ കിടന്നുറങ്ങി. ഏതായാലും നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മറ്റേ ചന്ദനം വണ്ടി പോയി കഴിഞ്ഞപ്പോ ഗണപതിനെ ഇത് ചെയ്യുന്നു കാണുന്നത്. കേരളത്തിന്റെ അതേ സ്റ്റൈലിലുള്ള കുറെ കടകളൊക്കെ ഉണ്ട്. അതേപോലുള്ള വീടുകളും. മോണ്ടമാങ്ങയൊന്നും ഞാൻ കാണുന്നില്ല. മുഴുവൻ കാടാണ് കേട്ടോ ഇവിടെ എല്ലാം. മുഴുവൻ കാട്. പിന്നെ തെങ്ങ്, പൈനാപ്പിൾ കൃഷി. ഇതിന്റെ തൊട്ടപ്പുറം മുഴുവൻ പൈനാപ്പിൾ കേട്ടോ. ഇതൊക്കെ മുഴുവൻ പൈനാപ്പിൾ കൃഷിയാണ്. അടിപൊളി പൈനാപ്പിൾ ആണെന്ന് തോന്നുന്നു. എന്തുമാത്രം വാഴക്കുളത്തെക്കാളും കൂടുതൽ പൈനാപ്പിൾ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ വരെ ഉണ്ടല്ലോ. ഈ എന്തുമാത്രമാണ് പൈനാപ്പിളുകൾ? അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. അവിടെ എന്തോ എന്താണ് ആ ഗേറ്റ് ഒരെണ്ണം ഭയങ്കര ഒരു ഗേറ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. അതെ, സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ശ്രീ മൂകാംബിക പബ്ലിക് സ്കൂളിലേക്ക് പോണ വഴിയാട്ടോ അത്. ശ്രീ മൂകാംബിക പബ്ലിക് സ്കൂൾ. കൊള്ളാം. ഇവിടെ എല്ലാം മുഴുവൻ കേരളത്തിന്റെ സ്റ്റൈലാട്ടോ. മുഴുവൻ സഹാറ മരുഭൂമി പോലെ ഉണങ്ങി കിടക്കുന്ന സ്ഥലം. അതിന്റെ അങ്ങേറ്റത്ത് 2 വീടുകൾ, 2 പശുക്രാവുകൾ അതിലൊക്കെ ഉണങ്ങാൻ വേണ്ടി പോയേക്കുന്നു തോന്നുന്നു. ഇതിന്റെ അപ്പുറം സ്ഥലം കാണാൻ ഭയങ്കര വലിയ കേരളത്തിന്റെ ഇടുക്കി മൂന്നാറില്ല അവസ്ഥയാണ്. ഏതേ പോണ കാർ? വിൻസർ കാറാണല്ലേ? ഇവിടെ മുഴുവൻ മറ്റേ ആ വെട്ടുകല്ലിന് വേണ്ടിയിട്ടുള്ള പണിയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ പിന്നെയും ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറി. ഇവിടെ നിന്ന് മാൽപ്പയിലേക്ക് പോകാൻ വേണ്ടി ഏകദേശം 78 കിലോമീറ്റർ. നമ്മൾ 1.5 ആവുമ്പോഴത്തേക്കും ചെല്ലുന്നതാണ് കാണിച്ചേക്കുന്നത്. ഒരു കൂട് വഴി കൂടെ മുകളമിച്ച് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അതുകൊണ്ട് ഇറങ്ങി പോകുന്നു. നാട് മിസ്സാകുന്നു. ഇവിടെ മുഴുവൻ മറ്റേ ഇതിന് പറയുന്നത് കശുമാവിൻ തോട്ടമാണ്. കശുമാവിൻ തോട്ടം. തൊട്ടപ്പുറം ഒരു കാഷ്യൂ ഫാക്ടറി ഉണ്ടായിരുന്നു. ഞാനത് എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും നീതു അവരുടെ ഭയങ്കര വർത്തമാനമായിരുന്നു. പിന്നെ ഞാനതെടുത്തില്ല. പൊട്ടിച്ചിട്ടുണ്ടോ? അങ്ങോട്ട് നോക്കി മുഴുവൻ ഉണക്കി കരിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാട്ടോ ഇവിടെ എല്ലാം. വെട്ടുകല്ല് ഇഷ്ടമാതിരി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വെട്ടുകല്ല് ഫ്രീ ആയിട്ട് കിട്ടുന്നു തോന്നുന്നു. കണ്ടോ നെൽകൃഷി നടത്തിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. മുഴുവൻ ഉണങ്ങി കിടക്കുന്ന അവിടെ നോക്കി. വീടൊക്കെ ഉണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ വീടൊക്കെ കാണാൻ. അതെ, ഇവിടെ മഴയൊന്നും പെയ്തിട്ട്. മഴ പെയ്ത് കഴിഞ്ഞാലും വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകുന്നത്. പെട്ടെന്ന് ഇതായി പോകുന്നു എനിക്ക് തോന്നുന്നത്. ശരിക്കും ഇതൊരു നമ്മളൊരു ഉൾഗ്രാമ പ്രദേശത്തോട് പോകുന്ന പോലെ തന്നെ ഉണ്ട്. അത് മൊത്തം കശുമാവ് തോട്ടം. ഇതെന്തോ കശുവണ്ടി ഫാക്ടറിയാന്ന് തോന്നുന്നു ഈ പണിത് വന്നേക്കുന്നത്. അവിടെ കുറെ കവുങ്ങ് തോട്ടമുണ്ട്. കവുങ്ങ് എന്തിനാണോ ഇവിടെ ഈ ഗേറ്റൊക്കെ പിടിച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ട് കുറെ ഈ ഇതൊക്കെ കൊണ്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഏതോ ഒരു ഗ്രാമത്തിന്റെ അത്ര ഇറങ്ങി പോകുന്നു. നമ്മളിവിടെ നോക്കിയിട്ട് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും കാണാനൊന്നും കാണുന്നില്ല. പിന്നെ നമ്മുടെ ഉടുപ്പി മാൽപ്പേ ചെന്നിട്ട് നമുക്ക് കാണാൻ എന്തെങ്കിലുമൊക്കെ കണ്ടോ. വഴിയെല്ലാം സെയിം ഒരേപോലത്തെ ഒരു വഴി. ഒരു ഫോറസ്റ്റിനകത്തുള്ള ഒരു വഴിയാണ് കാണുന്നത്. ഒറ്റ വഴി കുറേ നേരം നമ്മളിങ്ങനെ ഈ വഴി കൂടെ തന്നെ പൊക്കോണ്ടിരിക്കുന്നു. പിന്നെ ബാക്കി നമ്മൾ നമ്മുടെ സ്ഥലത്ത് കാണാം. അവിടെ നിന്ന് പൂജാരി ഉണ്ടാക്കി ഗണപതിയാണ്.
ഫൈനലി നമ്മൾ അങ്ങനെ മരവാന്റെ ബീച്ചിനടുത്തോട് അടുത്തെത്താറായിരിക്കുന്നു. പറഞ്ഞതേ ഇവിടെ സെറ്റായിട്ടോ. ഞാനതുകൊണ്ട് ബാക്കിൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് അവിടെ ആയിട്ടാണ് മറ്റേ സീ കാണുന്നത്. ഇവിടെ കിടന്ന വെച്ചാൽ ഒരാൾ ബാബേ ബാബേ ഇതെന്നെ കേൾക്കുന്ന ബാബേ ബാബേ വേദുട്ടനോട് ഭയങ്കര പരിപാടി കേട്ടോ. അപ്പം ഈ കാണുന്നത് കണ്ടോ, നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കടലാണ് മക്കളെ. ഈ കടൽ ഇതാണ് മരവാന്റെ ബീച്ച്. അടിപൊളി ബീച്ചാണ്, അടിപൊളി ബീച്ച്. ഇവിടെ കുറെ ആൾക്കാർ അവിടെ ഇറങ്ങി നിൽപ്പുണ്ട് കേട്ടോ. ഇത് കടലിനകത്ത് ചാടാൻ വേണ്ടി കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നിറച്ചും മറ്റേ മത്സ്യബന്ധനങ്ങൾ ബോട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, വേറെ നീതു ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് അവിടെ, ഏതാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, ഈ കാണുന്ന കായലാണ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഏത് സ്ഥലമാണ് പോലും. ഇതാണൊരു ഇത് ഈ കാണുന്നത് കായലാണ് കേട്ടോ. നേരെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നത് കടൽ. കടലിൽ കൂടെ നിറയെ ബോട്ട് പോകുന്നുണ്ട്. അവരുടെ ചാർജായെന്ന് തോന്നുന്നു. അവരുടെ വാളൊക്കെ വെച്ച് വാളും പരിചയൊക്കെ നിലത്ത് വെച്ച് ഇറങ്ങിയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെയാന്ന് തോന്നുന്നില്ല ഡെൽറ്റ വരുന്നത്. ഇവിടെയാണോ അത്? ഫ്രണ്ടിലാണോ? നമ്മളങ്ങനെ മരവാന്റെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. മാൽപ്പയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടി. ലെഫ്റ്റ് സൈഡിൽ എന്താണെങ്കിലും നിറയെ തെങ്ങുകളാണ് കേട്ടോ ഉള്ളത്. കണ്ടോ, തെങ്ങാണ് അവിടെ നിറയെ കാണുന്നത്. പുറത്ത് നല്ല വെയിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇവിടെ മറ്റേ ഇതാണ് മറ്റേ ക്രെയിൻ ഫുഡ് തുടങ്ങിയേക്കുന്നതുണ്ട് ഈ കാണുന്നത്. ക്രെയിൻ ഫുഡ് അങ്ങനെ എന്തോ ഒരു ഇത് പറയുന്നില്ല, സ്കൈ അങ്ങനെ പറഞ്ഞ പുതിയൊരു ഇത് ഫുഡ് തുടങ്ങിയേക്കുന്നതാണ് ആ കാണുന്നത്. മരാന്തേലും തുടങ്ങിയിട്ടുണ്ടത്. അതേ കയറ്റിരുന്നിട്ട് നമുക്ക് ഫുഡ് തരും. ഞങ്ങള് പണ്ടൊരു തവണ ഇവിടെ വന്നാട്ടോ, ഉടുപ്പിയിൽ വന്ന സമയത്ത് ഈ മരവാന്തേ ബീച്ചിൽ വന്നതാണ്. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ വന്നിട്ടില്ല. ഇവിടെ എന്താണെങ്കിലും കടൽ ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടെ എന്ന് വെച്ചാൽ ഈ മറ്റേ ഉണക്കമീൻ്റെ അവസ്ഥയായി പോകും കേട്ടോ. നമുക്ക് അമ്മാതിരി ചൂട്. അതേ അവിടെ വിറ്റമിൻ സി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ള വിറ്റമിനും കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ എന്താ ആൾക്കാർ ഇറങ്ങിയിരിക്കുന്ന നോക്കിയേ, കുറെ ആളുകൾ ഇറങ്ങിയപ്പെടട്ടോ. അതെല്ലാം ബോട്ടാണ്, അതെല്ലാം ബോട്ടുകളാണ്, ബോട്ടുകൾ. ഇവിടെ അങ്ങനെ നിർത്തുന്നുണ്ട് വേണം നമുക്ക് ഇറങ്ങാം. നമ്മളങ്ങനെ മാൽപ്പേ ബീച്ചിലെത്തി. നമ്മൾ ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. അവിടെ നിന്ന് എൻട്രൻസിൻ്റെ അകത്ത് ഏകദേശം 30 രൂപ കൊടുത്തിട്ടാണ് നമ്മളിവിടെ കയറ്റി വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. എല്ലാവരും അവിടെ തൊപ്പിയൊക്കെ വെച്ചോണ്ട് പോകണ്ടോ. വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി വെയിലാണ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ എവിടെയോ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അവിടെ ആദ്യം പോയി ഫുഡ് കഴിക്കാൻ നോക്കട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചാൽ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. വെയിൽ കാരണം ഒരു രക്ഷയില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. വെയിൽ കാരണം ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. എന്താണെങ്കിലും ഇവിടെ മാൽപ്പയിൽ ഭയങ്കര മാറ്റങ്ങളുണ്ടായി. ഇവിടെ ഒരു ഗാന്ധിജിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് ഏതോ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഭയങ്കര മാറ്റം കേട്ടോ. വെയിൽ കാരണം ഒന്നും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അവിടെയാണ് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോണ ബോട്ടിങ്ങിൻ്റെ ഇതുള്ളത്. ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. അത്യാവശ്യം തിരക്കുണ്ട്. ഒരു കാക്ക വന്ന് തന്നെ ഇടിച്ചിട്ടേനെ കേട്ടോ. നമ്മളിപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടൊരു മനയൂട്ടാന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ നോക്കിയിട്ട് പോവുക. വെയിൽ കാരണം കാണത്തില്ല. കുറച്ചും കൂടെ മുന്നോട്ട് ഏതായാലും പോകണം. നമുക്ക് അവിടെ പോയി ഫുഡ് കിട്ടുമെന്ന് നോക്കാം. 2 പേര് പോകണമുണ്ടോ? അവരുടെ ഇവിടുന്ന് ഒരു ബോട്ട് ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ. ഫിഷർമാൻസ് ബേ ഫ്രഷ് സീ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാണെങ്കിൽ നമുക്ക് പോയി ഫുഡ് കഴിച്ച് നോക്കാം കേട്ടോ. ഹായ്. അപ്പം നമ്മൾ അവിടെ നിന്ന് മാൽപ്പേ ബീച്ച് അവിടെ പോയി ഒരു വീട്ടിൽ കാഞ്ചന ഫുഡ് ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പം സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിനടുത്തെത്തി. നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. കാണുന്നതാണ് നമ്മുടെ വീട് വരുന്നത്. ഈ ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കാൻ വേണ്ടി പോകുന്നത്. ആൾ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. ഇപ്പോൾ അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇറ്റ് വാസ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നല്ല ഫുഡ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു മീൻ സാമ്പാറൊക്കെയാണ് അവർ വെച്ച് നമുക്ക് സംഭവം. പിന്നെ മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, അതായത് ഒരു നമ്മുടെ നെയ്മീൻ ഒരു ഫുൾ മീൻ 350 രൂപ ഉണ്ടായിരുന്നുള്ളൂ വറുത്ത് വരുന്നതിന്. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇവരുടെ രീതിയിലല്ല അല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ വേറെ രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ട്. നമുക്കതുകൊണ്ട് അത്രയ്ക്ക് വലിയ പിടിക്കത്തൊന്നുമില്ല. ഇപ്പം നമ്മളെന്താണെങ്കിലും വീട്ടിനകത്ത് കയറി ഇതിൻ്റെ അകത്ത് നോക്കട്ടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന്. ഇപ്പോൾ ആദ്യം നമ്മൾ വന്ന കാസ്റ്റൽ നെസ്റ്റ് എന്ന് പറയുന്ന അവിടോട്ട് നമ്മൾ വന്നു കയറി. ഇതുവരെയാണ് നിങ്ങൾ കണ്ടത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ ആക്ച്വലി ഞങ്ങൾ 2 റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഓണർ പറഞ്ഞത് ഞങ്ങൾക്ക് പുള്ളിക്ക് അവിടെ 2 റൂമില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒറ്റ റൂമേ ഉള്ളൂ. MMT അതായത് മേക്ക് മൈ ടിപ്പുകാർക്ക് എന്തോ ഇത് പറ്റി ഇതായതാണ്, അങ്ങനത്തെ ഒരു ഇത് അവർക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. അവസാനം നമ്മളോട് റൂം ചേഞ്ച് ചെയ്യാന്നുള്ള ഇതിലായി. മേക്ക് മൈ ട്രിപ്പുകാർ തന്നെ അവർ കൺഫേം ചെയ്ത് നമുക്ക് റൂം ചേഞ്ച് ചെയ്ത് തന്നു. ആദ്യം ഉണ്ടായിരുന്ന റൂം അതായിരുന്നെങ്കിൽ നമുക്ക് പുതിയതായിട്ട് ആദ്യം ആ റൂമിൻ്റെ അത് കാണിച്ചേക്കുന്ന പറഞ്ഞാൽ നമ്മളെ ശരിക്കും പറ്റിയായിരുന്നു. ആ ഫോട്ടോ ഒക്കെ കാണിച്ചിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ആയിട്ടുള്ള ഫോട്ടോ ആയിരുന്നു, പഴയ ഫോട്ടോ ആയിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടുമില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മുഴുവൻ കാടൊക്കെ പിടിച്ചെടുക്കുമായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് MMTക്കാർ പുതുതായിട്ട് റൂം ചേഞ്ച് ചെയ്ത് തന്നത് എൻ്റെ പുറകെ കാണുന്ന ഈ സുളോ വില്ല എന്ന് പറയുന്ന ഈ ഒരു ഇതിലേക്കാണ്. ഇതുണ്ടോ, ഇതൊരു അടിപൊളി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു അടിപൊളി ബിൽഡിംഗ് ആണ്. നമ്മുടെ ബീച്ച് ഇതാണെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഒരു 100 മീറ്റേഴ്സ് ഡിസ്റ്റൻസ് ബീച്ച് അതാണെങ്കിൽ ഇതാണ് നമ്മുടെ സുളോ വില്ല എന്ന് പറയുന്ന ഒരു ബിൽഡിങ്. ഇതുണ്ട്, നമ്മൾ ഉള്ളിലോട്ട് കയറി വന്നു കഴിയുമ്പം പറഞ്ഞ അവിടെ റീൽ ചെയ്യുന്നതാണ്. അതാണ് എൻട്രൻസിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ നല്ല അടിപൊളി ഒരു വ്യൂ ആട്ടോ ഇതിൻ്റെ കാണുന്നത്. ഇതിൻ്റെ 2 സൈഡ് അവിടെ തെങ്ങൊക്കെ വെച്ച് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കാരണം ഭയങ്കര റീലിംഗ് ആണ്. നല്ല അടിപൊളിയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആ സൂളോ വില്ലയുടെ ആ വീടിൻ്റെ ഇത് വരുന്നത്. ഇത് ശരിക്കും എത്ര റൂമാണ് എത്ര ഇതാണ് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അത് നമ്മൾ ഇതുവരെയായിട്ടും കയറിയില്ല. നമ്മൾ പെട്ടെന്ന് അവർ തന്നെ ചേഞ്ച് ചെയ്ത് തന്നതുകൊണ്ട് നമ്മളിങ്ങോട്ട് പെട്ടെന്ന് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇനി അവർ പെട്ടെന്ന് ബെഡൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് നോക്കണം. എങ്ങനെയുണ്ട് പുതിയ വീട്? നമ്മുടെ ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? നമ്മൾ ഇനി എന്നാ ചെയ്യാൻ പോണേ? ബീച്ചിൽ പോവാണോ ഈ ഡ്രസ് ഇട്ട്? എന്താണെങ്കിലും ഞങ്ങൾ ബീച്ചിലൊന്ന് പോട്ടെ, അവരെ സെറ്റ് ചെയ്യുമ്പോഴത്തേനും ബീച്ചിലൊന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. ഇതെല്ലാവരും കൂടെ ബീച്ചിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഇത് എന്ത് സാധനം? മുൾബറിക്ക. അപ്പോൾ അവർ സെറ്റാക്കിയിട്ട് വരും. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ചിൽ പോയിട്ട് വരാമെന്ന് വെച്ചാൽ വാങ്ങുക. ഇവിടെ കാണാനൊക്കെ അടിപൊളി കേട്ടോ. അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു പൂച്ച ഇരിക്കുന്നുണ്ടോ? പൂച്ച കിടന്നുറങ്ങണേ അല്ലേ? അവിടെ ഒരു പൂച്ച കിടന്നുറങ്ങുന്നുണ്ട്. അയ്യോടാ പാവ ഇറങ്ങി ഓടി. എന്താണെങ്കിൽ നല്ല അടിപൊളി റൂമാണ് കേട്ടോ. ഇവിടെ AC കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചാൽ നല്ല വലിയൊരു റൂമാണ്. ഹോളൊക്കെ ഉണ്ട് താഴെ. എന്താണെങ്കിലും താഴെ മുകളിലൊക്കെ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെങ്കിലും എങ്ങനെയാണെന്ന്. പിന്നെ ഇത് കണ്ട ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെ ട്രീസൊക്കെ ഉണ്ട്. ചാമ്പങ്ങ ആട്ടെ നിൽക്കുന്നത്, ചാമ്പമരമാണ് നിൽക്കുന്നത്. ഇവിടെ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സപ്പോട്ടയുടെ മാവും തൈ കാണാൻ എന്തായാലും രസമാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വരാന്തയൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ ആളുകൾക്ക് പുറത്ത് പോയിട്ട് വരുന്ന ആൾക്കാർക്ക് ഡ്രസ്സ് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ റൂമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് കേട്ടോ. കിണറാണ് നല്ല അടിപൊളി. കിണറിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ, നിറച്ചും വെള്ളം ഉണ്ട് കിണറിൻ്റെ അകത്ത്. സൂപ്പറല്ല കാണാൻ വേണ്ടി. കിണറൊക്കെ നല്ല അടിപൊളിയാണ്. ഇതാണെങ്കിലും നമ്മുടെ ഈ സൂളോ വില്ലയുടെ ഒരു വ്യൂ അടിപൊളിയാണ്. മൊത്തം നമ്മുടെ ഈ വെട്ടുകളിലൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയേക്കുന്ന വീടാണ്. ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇതെൻ്റെ ഹാളാണ് വരുന്നത്, ലിവിങ് റൂമാണ് വരുന്നത്. നമുക്ക് എന്താണെങ്കിലും അകത്തോട്ട് കയറിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ തൽക്കാലം ഇപ്പം ബീച്ചിലൊന്ന് പോട്ടോ. എൻ്റെ ദൈവമേ, ഫോട്ടോ എടുക്കാൻ വേണ്ടി രണ്ടെണ്ണം മോന്തയിലൊക്കെ വൈറ്റ് വാഷ് അടിച്ചിട്ട് ഇറങ്ങി വന്നേക്കുന്ന കേട്ടോ. ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ? അപർണനെ കണ്ടോ, വൈറ്റ് വാഷ് കറക്റ്റായിട്ട് അടിച്ചിട്ട് ഇറങ്ങി വന്നേക്കുന്നെന്ന് പറയും.
ഭയങ്കര ഫോട്ടോഗ്രാഫർ കേട്ടോ ഇത്. അപ്പൊ നമ്മള് അവിടുന്ന് പുറത്തിറങ്ങി നമ്മളത് ബീച്ച് വൈബ്സ് ആസ്വദിക്കാൻ പോവാണ്. പാറക്കുട്ടി മുന്നേ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട അവിടെ നമുക്ക് സൂര്യാസ്തമയം കാണാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് സൂര്യാസ്തമയം കാണാൻ പറ്റുന്നത്. ഇവിടെ രണ്ട് മദാമ്മമാർ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. വേദൂട്ടിന് അച്ചുപ്പിയൊക്കെ ഇവിടെ ഉണ്ട്. വേദൂട്ടിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നത്. സൂപ്പർ ആട്ടോ. എന്താണെങ്കിലും നമ്മുടെ സൂളോവില്ല ബാക്കിൽ കാണുന്നുണ്ട്. അടിപൊളിയാണ്. നമ്മൾ ഇനിയിപ്പോ എന്താ ഇവിടെ നിന്ന് ഇറങ്ങിയതാ. ഞാൻ കടലൊന്ന് കാണിച്ചു തരാം. പാറക്കുട്ട എങ്ങനെയുണ്ട് പാറക്കുട്ട? എന്താ അതെന്താ അത്? ഷെല്ലാണോ അത്? ഇഷ്ടപ്പെട്ടോ? ഇത് കണ്ടോ? നമുക്ക് ഇവിടെ ആയിട്ട് ആ ബീച്ച് കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ? ഇതാണ് ബീച്ച്. നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒന്നും അങ്ങനെ അധികം ആൾക്കാർ ഇറങ്ങാറില്ലെന്ന്. ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. ആളുകൾ ഇറങ്ങുന്നതിൽ അപ്പുറമാണ് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് തണുത്ത ആ കാറ്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് ആ തണുത്ത കാറ്റ് ആസ്വദിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ? അങ്ങ് വരെ ആ ബീച്ചിന്റെ എക്സ്റ്റൻഷൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കാണാൻ നല്ലൊരു അടിപൊളിയാണ്. സൂപ്പറാണ്. പോളി വൈബാണ്. അവർ രണ്ടുപേരും അതിലെ കൂടെ നടന്നു പോകണതിൻ്റെ ഇത് കാണാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്ത് വന്നേക്കുവാണ്. അങ്ങോട്ട് പോണ്ട. പാറക്കുട്ടനാണെങ്കിൽ ഇതേ ഭയങ്കര ഫുൾ ഓൺ പവറിൽ വന്നേക്കുക വെള്ളത്തിന്റെ അത് ചാടാൻ വേണ്ടി. അല്ല പാറക്കുട്ടാ, ഇന്ന് ഫുള്ള് ബീച്ച് വൈബ് ആസ്വദിക്കും അല്ലേ? അവരുടെ റീൽസ് എടുത്ത് കൊടുക്കുന്ന പറഞ്ഞിട്ടോ നിൽക്കുന്നത് ഇവിടെ. എന്താണെങ്കിലും നമ്മൾ ആ വെള്ളത്തിന്റെ അകത്ത് ഇറങ്ങിയിട്ട് വരാം. ഞങ്ങൾ ഇനി വെള്ളത്തിന്റെ അകത്ത് കിടന്ന് എൻജോയ് ചെയ്യാൻ പോവാണ്. ഈ കാണുന്ന കടലിൽ അല്ലേ കേട്ടാ? നമ്മൾ എൻജോയ് ചെയ്യാൻ പോവല്ലേ? അല്ലേ? ഞങ്ങൾ ഇനി എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതെ, ഇവിടെ ഒരു സാധനം കിടന്ന് മണൽ വരുന്നുണ്ട്. പാറക്കുട്ടന്റെ മണൽ വരുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം ഉണ്ട്. അളിയന്റെ അങ്ങോട്ട് ബാഗും ക്യാമറയും കൊണ്ടുപോകാൻ വേണ്ടി പോയി. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കടലിൽ കിടന്ന് ചർമാദിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാനും വേദൂട്ടിനും ഇവിടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവാണ്. ഒരു ബൈ പറഞ്ഞേ വേദൂട്ടാ. ഒരു ബൈ പറയാവോ? അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടം വരെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. പാറക്കുട്ടാ ബൈ പറ. പാറക്കുട്ടൻ വെള്ളത്തിന്റെ അകത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ബൈ. അപ്പം നമ്മൾ സൂളോവില്ല എന്ന് പറയുന്ന നമ്മളിപ്പോൾ താമസിക്കുന്ന റൂമിൻ്റെ അകത്ത് കയറി വന്നിട്ടുണ്ട്. സോ അപ്പം നമ്മുടെ റൂമിൻ്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ അവിടെ ഇങ്ങോട്ട് കയറി വന്നത്. കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റെയർ കേസ് അത് മുകളിലോട്ട് കയറി പോകാനുള്ളതാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ ലിവിങ് റൂം വരുന്നത്. ചെറിയൊരു ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ലിവിങ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ പുറത്തുനിന്ന് കാണുന്ന ആ വിൻഡോ ആണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ ഒരു റൂമുണ്ട്. കുറച്ച് പെയിൻ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ച് പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റൂമുണ്ട്. ഇത് വാഷ്റൂമാണെന്നാണ് തോന്നുന്നു. ഇത് വാഷ്റൂമാണ്. പിന്നെ ഇവിടെ ഒരു കിച്ചണുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ അവർ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. കുഴപ്പമില്ല. ഇവിടെ നല്ലൊരു കിച്ചൺ, അടിപൊളി കിച്ചണുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് കിട്ടിയേക്കുന്ന റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന റൂം മുകളിലത്തെ നിലയിലാണ്. അവിടുത്തെ ആ ബയ്യ എന്ന് പറഞ്ഞു നല്ല റൂം മുകളിലാണ്. നല്ല വ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി എടുത്തോളാൻ പറഞ്ഞു. സോ നമ്മൾ എന്തായാലും അവിടെയാണ് റൂം എടുത്തിരിക്കുന്നത്. ഞാൻ റൂമിന് മേളത്തെ റൂം കാണിച്ചു തരാം. നമുക്കിതാ ഈ സ്റ്റെയർ കയറിയിട്ട് വേണം നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ വേണ്ടി. ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ ഫുള്ള് ഈ സ്റ്റെയർ ഈ സൈഡിൽ ഈ വീടിൻ്റെ ഫുള്ള് ഇതാ ഇങ്ങനെ ഈ എന്താ പറയുക വെട്ടുകല്ലിൻ്റെ ടൈലാണ് ഫുള്ള് വെച്ചിരിക്കുന്നത്. ഇത് പാറക്കുട്ടൻ്റെ എവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി കേട്ടോ. മുഴുവൻ നല്ല വുഡൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ്. അതെ, പുറകിൽ അവിടെ പൂവുണ്ട് കേട്ടോ. കൊച്ചു കാണിച്ചു തന്ന ഒരു പൂവുണ്ട്. പിന്നെ നമുക്കിതാ ഇവിടെ ഇത് ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇതുണ്ടല്ലേ, ഇവിടെ ഒരു ചെറിയ ബാൽക്കണിയൊക്കെ ഉണ്ട്. ഇരുട്ടായതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ വിൻഡോയ്ക്കകത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല കാഴ്ചകളുള്ളതാണ്. നല്ല കാഴ്ചകളുണ്ട്. നമുക്ക് ഇരുട്ടായതുകൊണ്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം പുറത്ത് പോയിട്ട് വന്നില്ല, അതുകൊണ്ടാണ്.
അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി വന്നത്. അതായത് ഇവിടെ ഒരു ചെറിയ ലിവിങ് ഏരിയ ആണ് ഇവിടെ ഉള്ളത്. താഴെ അത്ര തന്നെ ഇവിടെ ഡൈനിങ് ഏരിയ ഇല്ല, പക്ഷെ ഇവിടെ ഒരു വലിയ ലിവിങ് ഏരിയ ഉണ്ട്. ഇത് നമ്മളെടുത്തേക്കുന്ന ഈ ഒരു റൂമും അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഒരു റൂമും കൂടെയാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്ന ഒരു റൂം. ഒരു റൂം ഇതാണ് ഒരു റൂം. നമ്മൾ വന്നിട്ട് ആക്ച്വലി ഞങ്ങൾ ഈ റൂം വന്ന് കയറി കഴിയുമ്പോൾ തന്നെ ഇത് ചെയ്യണം നടത്തുന്നത്. പക്ഷേ നമുക്ക് മെഗ്നാട്രിക്കിൽ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് ഈ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് തന്നത്. ആക്ച്വലി വേറൊരു വീടായിരുന്നു ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഇതിൻ്റെ അകത്ത് പെട്ടെന്നാണ് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് തന്നത്. സോ ഇത് ആദ്യത്തെ ആ റൂമിനേക്കാളും നല്ല അടിപൊളി റൂമാണ് കേട്ടോ. ഇത് ഇവിടെ ഒരു ചെറിയ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാണല്ലേ, ഇവിടെ ഒരു ചെറിയ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ടേബിളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു നമുക്ക് പുറത്തോട്ട് കാണാനുള്ളൊരു വിൻഡോ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടല്ലേ, ഇത് കാണാൻ പറ്റില്ല, ആ വെട്ടം കാണുന്നതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ എന്താ പറയുക കടലുള്ളത്. നല്ലൊരു അടിപൊളി റൂമാണ് കേട്ടോ ഇത്. ഒത്തിരി ചൂട് കാര്യങ്ങളൊന്നും ഇല്ല. കാരണം AC ഓഫ് കോഴ്സ് AC സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അത്ര ചൂടില്ലാത്തത്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുകയാണെങ്കിൽ വാഷ്റൂമാണ്. വാഷ്റൂം നല്ല അടിപൊളി വാഷ്റൂം എന്ന് പറഞ്ഞാൽ അടിപൊളി വാഷ്റൂം ഉണ്ട്. അത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ടൊരു മിറർ വെച്ചിട്ടുണ്ട്. എന്താണ് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വാഷ്റൂം കേട്ടോ ഇത്. നമ്മൾ വന്ന കുളിയൊക്കെ കഴിഞ്ഞതാണ്, പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട്. എന്താണെങ്കിൽ നല്ല അടിപൊളി ഒരു വാഷ്റൂം കേട്ടോ. നല്ല ക്ലീൻ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു വാഷ്റൂമാണ്. എന്താണെങ്കിൽ ഇതായിട്ടില്ലേ, നല്ല ക്ലീൻ ആയിട്ടുള്ള ടവൽസ് കാര്യങ്ങളൊക്കെയാണ് അവർ തന്നിരിക്കുന്നത്. ആറുവാണെങ്കിൽ അവിടെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. വരാം പാറു നമ്മളവിടെ രാവിലെ ട്രെയിൻ മേടിച്ചു കാണിക്കാൻ വേണ്ടി വിളിക്കുന്നത് കേട്ടോ. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സൂളോ വില്ലയുടെ എന്താ പറയുക, സൂളോ വില്ലയുടെ ബെഡ്റൂംസിൻ്റെ അറ്റാച്ച് സെയിം തന്നെ റൂമാണ് നമ്മൾ അപ്പോൾ എടുത്തേക്കുന്നത്. എല്ലാം സെയിം ഇത് തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് സൂളോ വില്ല നിങ്ങൾ മാൽപ്പേ വന്നിട്ട് താമസിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ സൂളോ വില്ല എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നല്ല അടിപൊളി ഇതാണ്. അവിടെ ഉള്ളൊരു കെയർ ടേക്കേഴ്സ് ഒരു ബയ്യയും പിന്നെ ഒരു ദീദിയാണ്. അവർ നല്ല അടിപൊളിയായിട്ടാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. നമുക്ക് സൂപ്പറാണ്. എന്താ നമ്മൾ വന്നപ്പോഴത്തേനും റൂമൊക്കെ AC വരെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടേക്കായിരുന്നു കേട്ടോ. പുള്ളി വന്നിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നല്ല അടിപൊളി റൂമാണ്, നല്ല അടിപൊളിയാണ്. ഇവിടുന്ന് താഴത്ത് പുറത്തോട്ട് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂസും കേട്ടോ.